ഹേ ഗായ്സ്, അപ്പോൾ നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചു. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ഒരു കറുകപ്പട്ടയുടെ ഇല, അതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് സോട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ടു, കുറച്ച് ഉപ്പും കൂടി ഇട്ടു പെട്ടെന്ന് വാടി കിട്ടാനായിട്ട്. എന്നിട്ട് കുറച്ച് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളി, അതുപോലെ തന്നെ ക്യാഷ് ഇതെല്ലാം ഇട്ട് ഒന്നുകൂടി നല്ലോണം വാട്ടുക. എന്നിട്ട് വാട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വെക്കണം തണുക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രം മിക്സിയിലിട്ട് അരയ്ക്കുക, തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ട്. എന്നിട്ട് ആ പേസ്റ്റ് സൈഡിലേക്ക് വെച്ചതിന് ശേഷം വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ, കറുകപ്പട്ട, അതുപോലെ തന്നെ മുളക്, സവാള ഇതെല്ലാം ഇട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ, എല്ലാത്തിൻ്റെ ആ ഫ്ലേവർ കിട്ടുന്നവരെ എന്ത് ചെയ്യുക, നല്ലോണം സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിക്കുക. അത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പനീരിടാം. പനീരിടുമ്പോൾ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം എന്നിട്ട് നമുക്ക് മറ്റേ മേത്തി ലീവ്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മുടെ മല്ലിയില ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അത്രയുള്ളൂ ഗൈസ്, നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി.